IOCയിലെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രിമാർ സമരക്കാരുമായും IOC പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. IOCയുടെ പുതിയ കരാർ വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ ചർച്ചയിൽ ധാരണയായി. അതേസമയം ഡിസംബർ 3-നകം കരാർ വ്യവസ്ഥകളിൽ വിവിധ കേന്ദ്രങ്ങളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. IOCയുടെ പുതുക്കിയ കരാർ വ്യവസ്ഥകൾ പിൻവലിക്കുക, ടാങ്കർ ലോറി തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥ കാലാനുസൃതമായി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കഴിഞ്ഞ 4 ദിവസമായി സമരം നടത്തി വന്നത്. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ഗതാഗത മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും IOC പ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു. മാറി മാറി നടന്ന ചർച്ചയ്ക്കൊടുവിൽ സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായി. പുതിയ ടെൻഡറിലെ വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിച്ചതായി ചർച്ചയുടെ തീരുമാനം വിശദീകരിച്ച ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അല്ല, മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നടപടികൾ ഡിസംബർ 3 മുതൽ മാത്രമേ ശേഷമേ ചെയ്യാവുള്ളൂ. അവിടെയും ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ധാരണയിൽ എത്താൻ കഴിയാതെ പോവുകയാണെങ്കിൽ, അത് വിദൂര സാധ്യതയെ അതിനുള്ളൂ, എങ്കിൽ പോലും ഈ 2 പേരും ഗവൺമെൻറ്റുമായി സംസാരിച്ചതിന് ശേഷമേ എന്തെങ്കിലും മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അതേസമയം സമരം പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചർച്ചയിലെ തീരുമാനങ്ങൾ തൊഴിലാളികളെ അറിയിക്കുമെന്നും വ്യക്തമാക്കി. ഗവൺമെൻറ്റിന് ഈ വിഷയം പഠിക്കുന്നതിനും 2 കൂട്ടർക്കും കുഴപ്പമില്ലാത്ത നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഡിസംബർ മാസം വരെ സമയം ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ് എന്ന തോന്നലിലാണ് താൽക്കാലികമായി സമരത്തിൽ നിന്നും പിൻവാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സമരം മൂലം സംസ്ഥാനത്തെ ഇന്ധന വിതരണം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രിതല ചർച്ച നടത്തി വേഗത്തിൽ പരിഹാരം കണ്ടത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടപടിക്രമങ്ങൾ പാലിക്കാതെ തനിക്കെതിരായ കേസുകളിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയെ അറിയിച്ച അഭിഭാഷകന്റെ നിലപാടിനെതിരെ CBI ഡയറക്ടർക്ക് ജേക്കബ് തോമസ് പരാതി നൽകി. CBI ഡയറക്ടർ അറിഞ്ഞുകൊണ്ടാണോ ഈ നിലപാട് എടുത്തത് എന്ന് ജേക്കബ് തോമസ് കത്തിൽ ചോദിക്കുന്നു. സർക്കാരിനെ അറിയിക്കാതെ ലീവ് എടുത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പോവുകയും അവിടെ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തു എന്നാരോപിച്ചാണ് ജേക്കബ് തോമസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നത്. ഹർജി പരിഗണിക്കുന്നതിനിടെ CBI അഭിഭാഷകൻ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് ജേക്കബ് തോമസ് CBI ഡയറക്ടർക്ക് കത്തയച്ചത്. കേരളീയരുടെ റേഷൻ അരി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനം. ഒക്ടോബർ 31-ന് ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ കേരളത്തിന് സാവകാശം അനുവദിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. റേഷൻ കാർഡിലെ പിഴവ് തിരുത്താനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. അവധി ദിവസങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. ആ പ്രസിദ്ധീകരിച്ച പട്ടികയിന്മേൽ പരാതികളും ആക്ഷേപങ്ങളും കൊടുക്കേണ്ടത് ഒക്ടോബർ 30 വരെ എന്ന് നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വകുപ്പിൻ്റെ ചർച്ച നടക്കുന്ന ദിവസമായിരുന്നു നിയമസഭയിൽ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട MLA-മാരും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് അഭ്യുതകാംക്ഷികളുമെല്ലാം അഭിപ്രായപ്പെട്ടത് കുറെക്കൂടി സമയം നീട്ടണം ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കുവാൻ എന്നാണ്. അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ആ ആക്ഷേപങ്ങളും പരാതികളും കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 5 എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ് സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കൾ ഭൂമിയും വൻതുകയും തട്ടിയെടുത്തതായി പരാതി. റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി T. സിദ്ദിഖും സംഘവും തട്ടിയെടുത്തത് കോടികളാണ്. T. സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയത് 3.5 കോടി രൂപയും 1 ഏക്കർ ഭൂമിയും. സിദ്ദിഖിനും സംഘത്തിനുമെതിരെ കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. താമരശ്ശേരിയിലെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ T. സിദ്ദിഖും സംഘവും വൻതുകയും ഭൂമിയും തട്ടിയെടുത്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. പരേതനായ കാവിൽ അബ്രഹാം ലിങ്കന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ ഭൂമിയിൽ 1 ഏക്കറും 1,30,00,000 രൂപ വീതവും കോൺഗ്രസ് നേതാക്കളായ T. സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയെന്ന് കാട്ടി കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. മക്കളില്ലാത്ത അബ്രഹാം ലിങ്കനെ ഭാര്യയുടെ മരണശേഷം പരിചരിച്ചിരുന്നത് ഭാര്യ സഹോദരി
ജീൻ അർജുൻ കുമാറായിരുന്നു. തന്റെ പേരിലുള്ള 22 ഏക്കർ ഭൂമി ഉപയോഗിച്ച് മരണശേഷം ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് ജീനിന്റെ പേരിൽ അബ്രഹാം ലിങ്കൻ ഓസ്യത്ത് എഴുതിയിരുന്നു. എന്നാൽ ലിങ്കന്റെ മരണശേഷം സഹോദരൻ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ടി സിദ്ദിഖ് ഇടപെട്ടത്. അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിദ്ദിഖും സംഘവും ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. ഭൂമി ഇരു കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നതിനായി 1.5 കോടി രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1,30 ലക്ഷം രൂപ വീതവും 1 ഏക്കർ ഭൂമിയും കൈപ്പറ്റി പ്രശ്നം പരിഹരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയ ആധാരത്തിന്റെ പകർപ്പ് സഹിതമാണ് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ വാദം കേൾക്കാതെയാണ് കോടതിയുടെ വിധിയെന്ന ഉമ്മൻചാണ്ടിയുടെ മറുപടി സ്ഥാനത്തിന് നിരക്കാത്തതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നൊരു പ്രസ്താവനയല്ല. എന്നാൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കോടതി വിധിക്കെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാരും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും യുവ MLA ആയ VT ബൽറാം പ്രതികരണവുമായി രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് ബൽറാം തന്റെ പ്രതികരണം അറിയിച്ചത്. പൊതുരംഗത്ത് സംശുദ്ധമാകണമെന്നും ക്രിയാത്മകമായ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന് പുറത്ത് വിചാരണ നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടതെന്ന് സോളാർ കേസ് പ്രതി കൂടിയായ സരിത S. നായർ പ്രതികരിച്ചു. എത്ര സമർത്ഥമായി തെളിവുകൾ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ കയ്യൊപ്പ് അതിനുണ്ടാകുമെന്നും സരിത പറഞ്ഞു. മനസ്സിനകത്തുണ്ട്. പക്ഷേ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എവിടെയുണ്ട്? ഏത് ക്രൈമിനകത്താണെങ്കിലും ദൈവത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. സോളാർ കേസിൽ VS-ന് പരാതി നൽകാനെത്തിയപ്പോഴായിരുന്നു സരിതയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. സോളാർ കേസിൽ DGP N. ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. നവംബർ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. സോളാർ പദ്ധതിക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.5 കോടിയിലേറെ രൂപ കോഴ കൊടുത്തു എന്ന് സരിത S. നായർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ശിവരാജൻ കമ്മീഷന് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സരിത നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ 6ഓളം പരാതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന N. ശങ്കർ റെഡ്ഡിക്ക് ലഭിച്ചത്. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താതെ അദ്ദേഹം 6 മാസത്തിലേറെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ പായിച്ചർ നവാസ് എന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവംബർ 5-നകം വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ശങ്കർ റെഡ്ഡി സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയതായിട്ടുള്ള വാർത്ത പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിന്ദുത്വം മതമല്ല ജീവിതക്രമം മാത്രമാണെന്ന മുൻ നിലപാടിൽ ഉറച്ച സുപ്രീം കോടതി. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത്, രാഷ്ട്രീയത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഹിന്ദുത്വം ജീവിതക്രമം മാത്രമാണെന്ന 1995-ലെ വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ നേതാക്കളായ മനോഹർ ജോഷിയും NB പാട്ടീലും തമ്മിൽ 1995-ലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കേസിലാണ് ഹിന്ദുത്വം മതമല്ല ജീവിത രീതിയും മാനസികാവസ്ഥയുമാണെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇത് പുനഃപരിശോധിക്കണമെന്നും ഹിന്ദുത്വത്തിന് കൃത്യമായ നിർവചനം നൽകണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകയായ ടീസ്റ്റ സെദൽവാദ് സുപ്രീം കോടതിയെ സമീപിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹർജിയിൽ വിശദമായ വാദം കേട്ടു. 1995-ലെ വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ബെഞ്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങളും നടത്തി. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത്, ഭരണഘടനയുടെ അന്തസത്ത മതേതരത്വമാണ്, രാഷ്ട്രീയത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിലൂടെ വിശ്വാസികളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അറിയിച്ചു. ഹിന്ദുത്വം ജീവിത രീതി മാത്രമാണെന്ന മുൻ ഉത്തരവിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് ആവർത്തിച്ച സുപ്രീം കോടതി ഇതിനെതിരെ നൽകിയ ഹർജികൾ തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹോദരന്മാർക്ക് പിന്നാലെ ബന്ധു ബഷീർ അലിയും നിസാമിനെതിരായ പരാതിയിൽ നിന്ന് പിന്മാറി. പാലക്കാട് SP-ക്ക് നൽകിയ പരാതി അന്വേഷിക്കുന്ന ആലത്തൂർ പോലീസിനെയാണ് ബഷീർ അലി ഇക്കാര്യം അറിയിച്ചത്.
കേസ് നടത്തിപ്പിന് ആവശ്യമായ പണം ബിസിനസ് ലാഭവിഹിതത്തിൽ നിന്ന് മാറ്റിവെച്ചില്ലെങ്കിൽ തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് നിസാം ഭീഷണി മുഴക്കിയെന്നായിരുന്നു ബഷീർ അലിയുടെ പരാതി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിസാമിനെ കാണാനെത്തിയ ഇക്കഴിഞ്ഞ ജൂലൈ 14-നായിരുന്നു ഭീഷണിപ്പെടുത്തൽ. നിസാമിന്റെ സഹോദരങ്ങളുടെ പരാതിയുടെ ചുവടുപിടിച്ചാണ് നിസാമിന്റെ ബന്ധുവും ബിസിനസ് പങ്കാളിയുമായ ബഷീർ അലി പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ മൊഴിയെടുക്കാനായി ബന്ധപ്പെട്ടപ്പോൾ പരാതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇയാൾ അറിയിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി. നിസാം ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായും ബഷീർ അലി നൽകിയ പരാതിയിലുണ്ട്. ബിസിനസ്സിൽ ഇടപെട്ട് പണം തട്ടാൻ നിസാം തുടർച്ചയായി ശ്രമം നടത്തിവരുന്നതായും ഇയാൾ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. കേസെടുത്ത ശേഷം പരാതിയിൽ നിന്ന് പിന്മാറിയ നിസാമിന്റെ സഹോദരങ്ങളുടെ നടപടിയാണ് ബഷീർ അലിയെ പിറകോട്ടടിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ബിസിനസ് അന്തർനാടകങ്ങളും സംശയിക്കുന്നവരുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വീണ ജോർജ് എം.എൽ.എ ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിച്ചു. ദൃശ്യമാധ്യമ രംഗത്ത് തൊഴിൽ അരക്ഷിതാവസ്ഥയുള്ളതായി നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ വേതനവും ജോലി സമയ ക്രമീകരണവും കൃത്യമല്ലെന്ന ആക്ഷേപമുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തും. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ കൃത്യമായ സമയ ക്രമീകരണം ഏർപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നിയമപ്രകാരവും മനുഷ്യത്വപരമായും ഉത്തരവാദിത്വമുണ്ട്. സർ, മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ, വേതനം എന്നിവ സംബന്ധിച്ച് തൊഴിൽ വകുപ്പിൻ്റെ കാര്യക്ഷമമായ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കും. ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് വേജ് ബോർഡ് നിലവിലില്ല. തൊഴിൽപരമായും മനുഷ്യത്വപരമായും ഉള്ള സംരക്ഷണം ഇവർക്ക് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച വിഷയം വീണ ജോർജാണ് സഭയിൽ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണം. അതിനായിട്ടൊരു സമിതിയെ നിയോഗിക്കണം. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുവരണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുണ്ട ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PT തോമസ് MLA ആണ് നോട്ടീസ് നൽകിയത്. ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാ മാഫിയകളുടെയും വിളയാട്ടവും അക്രമവും വർദ്ധിച്ചു വരുന്നുവെന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് PT തോമസാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു. പോലീസ് ഗുണ്ടാ മാഫിയ ബന്ധം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രത്യേക രീതി അവസാനിപ്പിക്കും. പോലീസ് ഗുണ്ടാ ബന്ധത്തിന് തെളിവില്ല. ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുമെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം വരുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ആ ഗുണ്ടാ സംഘങ്ങളെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഇതിലൊന്നും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല സർ. ഇത് നമ്മുടെ നാടിനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ തരത്തിൽ അതിഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇതിനകം തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഗൗരവമായ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി അതൊന്നും മറ്റു തരത്തിൽ വന്നില്ല. ഇത് മാത്രമേ അങ്ങനെ വന്നുള്ളൂ എന്ന് മാത്രം. എന്നാൽ അതിലെല്ലാം നടപടികളുണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണവും നടത്താൻ ഈ സർക്കാർ തയ്യാറാണ്. ഗുണ്ടകൾക്ക് സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുകയില്ലെന്നും വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചു. കേരളം തിരുട്ടുഗ്രാമമായി മാറിയിരിക്കുന്നുവെന്നും ഗുണ്ടാ പോലീസ് ബന്ധമുള്ളതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. വിഷയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ താൽക്കാലിക വെടിനിർത്തൽ. പ്രശ്നങ്ങൾ പരിഹരിച്ചതായും പാർട്ടിയും കുടുംബവും ഐക്യത്തോടെയാണ് പോകുന്നത് എന്നും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് പറഞ്ഞു. എന്നാൽ ഭിന്നത പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചന നൽകി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് വാർത്താസമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു.
മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവും ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. രാം മനോഹർ ലോഹ്യയുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെന്ന് മുലായത്തിന്റെ മുഖവുര. തുടർന്ന് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി തുടരുമെന്ന് വ്യക്തമാക്കിയ മുലായം അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. हमारे परिवार एक है, पार्टी एक है। पार्टी एक है, परिवार एक है, पूरे कार्यकर्ता पूरे नेता एक है. ശിവപാൽ യാദവ് ഉൾപ്പെടെ പുറത്താക്കിയ 4 പേരെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണെന്ന് മുലായം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. മന്ത്രിമാരെ തിരിച്ചെടുക്കണമെന്ന മുലായത്തിന്റെ ആവശ്യം അഖിലേഷ് അംഗീകരിക്കുമെന്നാണ് സൂചന. അമർ സിംഗിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും മുലായം അഭ്യർത്ഥിച്ചു. ഒരാഴ്ചയായി പരസ്യമായ വിഴുപ്പലക്കലും വാക്പോരുമായി നടന്ന അഖിലേഷ് യാദവിനെയും ശിവപാൽ യാദവിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തിയ മുലായം ഒരുമിച്ച് പോയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ യാദവ കുടുംബത്തിലെ താൽക്കാലിക വെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴയിൽ കണ്ടെത്തിയ പക്ഷിപ്പനി മനുഷ്യർക്ക് ഭീഷണിയല്ല എന്ന് വിലയിരുത്തൽ. കുട്ടനാട്ടിൽ കാണപ്പെട്ടത് H5N8 ഇനത്തിൽപ്പെട്ട വൈറസുകളാണ് എന്നും ഇത് മനുഷ്യരിലേക്ക് പകരില്ല എന്നും മൃഗസംരക്ഷണ വകുപ്പ്. കലക്ടർ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് വിശദീകരണം. പനി പടർന്നു പിടിക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി കലക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് പ്രദേശത്തെ 3 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ 2014 കാണപ്പെട്ട പക്ഷിപ്പനിയേക്കാൾ വീര്യം കുറഞ്ഞ വൈറസാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ കാണപ്പെടുന്നതെന്നും ഇത് ജനജീവിതത്തെ ബാധിക്കില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ വീണ എൻ മാധവ് പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന വകുപ്പ് തല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിൽ നമ്മൾ പക്ഷിപ്പനിയുടെ കുറച്ച് ലക്ഷണങ്ങൾ കണ്ടിരുന്നു. അത് ഭോപ്പാലിൽ ഉള്ള ലാബിൽ വിട്ട് അതിൻ്റെ ടെസ്റ്റ് വന്നു, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത് H5N8 എന്ന വൈറസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഇത് മുമ്പ് വന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. അതായത് പക്ഷികളിൽ നിന്നും മനുഷ്യരിലോട്ട് ഇത് പടരാത്ത ഒരു സ്ട്രെയിനാണ്. സോ അതുകൊണ്ട് ജനങ്ങൾക്ക് അധികം പേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വരും ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 2014 നവംബറിലും കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുകയും ലക്ഷക്കണക്കിന് താറാവുകൾ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനും നിയന്ത്രിക്കാനും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.